ongoing thing. Hello friends and welcome to another class by Daily English Classroom. ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ 8ാം ക്ലാസ്സുകാർക്കായുള്ള ഒരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് ബൈ വില്യം ഷേക്സ്പിയർ. Let's read about the writer. William Shakespeare, 1564 to 1616, was an English poet, playwright and actor, widely regarded as the greatest writer in the English language and as the world's preeminent dramatist. He is often called the Bard of Avon. His works consist of 37 plays, 154 sonnets, 2 narrative poems and a few other verses, the authorship of some of which is uncertain. His plays have been translated into every major living language and are performed more often than those of any other playwright. Written sometimes between 1596 and 1598, The Merchant of Venice is classified as an early Shakespearean comedy. വില്യം ഷേക്സ്പിയർ ഒരു മഹാനായ ഇംഗ്ലീഷ് കവിയാണ്, നാടകകൃത്താണ്, അതുപോലെ തന്നെ ഒരു അഭിനേതാവ് കൂടിയാണ്. ലോകത്തിലെ ഇംഗ്ലീഷ് ഭാഷയിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഡ്രമാറ്റിസ്റ്റാണ്. അദ്ദേഹം അവനിലെ ഗായകൻ എന്നറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ 37 നാടകങ്ങളും 154 സോണറ്റ്സും അതുപോലെ 2 കവിതകളുമാണ്. അതിൽ ചിലത് അദ്ദേഹത്തിൻ്റെ ആണോ എന്ന് നമുക്ക് ഉറപ്പില്ല. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ വളരെ പ്രശസ്തമാണ്. അത് ലോകത്തിലെ എല്ലാ ഭാഷകളിലേക്കും ഒഴിമാറ്റം നടത്തിയിട്ടുണ്ട്. മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്നുള്ള ഈ ഒരു നാടകം ഷേക്സ്പിയറിൻ്റെ ആദ്യകാല കോമഡിയിൽപ്പെടുന്ന ഒന്നാണ്. Let's go to the story. Antonio was a young and honest merchant in the town of Venice. He was the kindest man ever lived. He always came to the help of the people in trouble. He was greatly loved by all his fellow citizens. Antonio has a bosom friend, Bassanio. He was a noble Venetian. He was not very rich. He had lived a luxurious life and squandered all the little money he had. Whenever he wanted money, Antonio helped him. It seemed they had but one heart and one purse between them. 2 സുഹൃത്തുക്കളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 1 അന്റോണിയോ, 2 ബസാനിയോ. അന്റോണിയോ ഒരു സത്യസന്ധനായ കച്ചവടക്കാരനായിരുന്നു. വെനിസിലായിരുന്നു അയാൾ താമസിച്ചിരുന്നത്. നല്ല കരുണയുള്ള ഒരു വ്യക്തിയായിരുന്നു അന്റോണിയോ. എപ്പോഴും പാവപ്പെട്ടവരെ സഹായിക്കാൻ അയാൾ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടെയുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. അന്റോണിയോയുടെ ആത്മാർത്ഥ സുഹൃത്താണ് ബസാനിയോ. ബസാനിയോയും ഒരു വെനീസുകാരനാണ്. വലിയ പണക്കാരനല്ലെങ്കിലും അയാൾ നല്ലൊരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ ധൂർത്തടിച്ച് ബസാനിയോ തീർത്തു. എപ്പോഴൊക്കെ പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമോ അപ്പോഴൊക്കെ ബസാനിയോ ഓടി അന്റോണിയോയുടെ അടുത്ത് വരാറുണ്ടായിരുന്നു. അന്റോണിയോ ആകട്ടെ ആ സമയത്തൊക്കെ ബസാനിയോയ്ക്ക് പണം നൽകി സഹായിക്കാറുമുണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കും ഒരു ഹൃദയവും ഒരു പേഴ്സുമാണ് ഉണ്ടായിരുന്നത്. Bassanio loved a girl named Portia, a very wealthy lady living in Belmont. Her father died some time ago and she was the only heiress to a large estate. Portia too loved Bassanio. Now he thought of improving his fortune by marrying her. One day, Bassanio came to Antonio and told him about his love for Portia and that he must go very soon to Belmont as a suitor to Portia. But he did not have any money even to dress himself suitably as the lover of a so rich an heiress. So he asked Antonio to help him. Bassanio,
wanted his friend to lend him 3,000 ducats. എല്ലാ കുഴപ്പങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്രേമബന്ധത്തോടെയാണ്. ഇവിടെ ബസാനിയോ പോർഷ്യ എന്ന് പറയുന്ന ഒരു യുവതിയുമായി അഗാധമായ പ്രണയത്തിലായിരുന്നു. പോർഷ്യയാകട്ടെ ബെൽമോണ്ട് എന്ന് പറയുന്ന സ്ഥലത്തെ ഏറ്റവും പണക്കാരനായ വ്യക്തിയുടെ മകളും. പോർഷ്യയുടെ അച്ഛൻ അല്പകാലം മുന്നേ മരണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ സ്വത്തിൻ്റെ മുഴുവൻ അവകാശിയായി അവൾ മാറിക്കഴിഞ്ഞിരുന്നു. പോർഷ്യ ബസാനിയോയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ വിവാഹം കഴിക്കണമെന്ന് ബസാനിയോ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ദിവസം ബസാനിയോ അന്റോണിയോയെ കാണാൻ വന്നു. അവൻ്റെ ആവശ്യം കുറച്ച് പണം വേണമെന്നുള്ളതായിരുന്നു. കാരണം പോർഷ്യയെ വിവാഹം കഴിക്കാൻ അവിടെ ചെല്ലാൻ ആ സമയത്ത് ഏറ്റവും നല്ല മനോഹരമായ വസ്ത്രങ്ങളും ധാരാളം പണവും ആവശ്യമുണ്ട്. അപ്പോൾ ആ ചെലവിലേക്ക് ഒരു 3000 ഡക്കറ്റ്സ് പണം ആവശ്യമുണ്ട്. അതിനായി അന്റോണിയോയോട് ബസാനിയോ ആ പണം ആവശ്യപ്പെട്ടു. But it so happened that Antonio had spent all his money on his ships and so had no money with him. But he expected some of his ships to come home soon laden with merchandise. Hence, he decided to borrow the amount from Shylock, who was a money lender. Shylock had become very rich by lending money at a very high interest to merchants. He was a hard-hearted man and was very severe with his customers. So, he was much disliked by all good men. Antonio also disliked Shylock for being so ambitious and greedy for money. He used to lend money to the needy people without taking any interest. Therefore, there was great enmity between greedy Shylock and Antonio. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ സമയത്ത് അന്റോണിയോയ്ക്ക് ബസാനിയോയെ സഹായിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം തൻ്റെ പണം മുഴുവൻ വ്യാപാര ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ കപ്പലുകൾ തിരിച്ചു വന്നാൽ മാത്രമേ കയ്യിൽ പണമുണ്ടാവുകയുള്ളൂ. എല്ലാം അതിനു വേണ്ടി ചെലവാക്കിയിരിക്കുന്നു. പക്ഷേ അദ്ദേഹം വിചാരിക്കുന്നത് ആ കപ്പൽ വന്നു കഴിഞ്ഞാൽ ധാരാളം പണം തൻ്റെ കയ്യിലുണ്ടാകും. ആ ചരക്കുകൾ വന്നാൽ പിന്നെ പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് അന്റോണിയോയ്ക്ക് അറിയാം. അതുകൊണ്ട് ഏതായാലും സുഹൃത്തിനെ സഹായിക്കാതിരിക്കാനും വയ്യ. അതുകൊണ്ട് അന്റോണിയോയും ബസാനിയോയും മറ്റൊരു വ്യക്തിയുടെ അടുത്തു നിന്ന് തൽക്കാലം കുറച്ച് പണം വാങ്ങാം എന്ന് തീരുമാനിക്കുന്നു. അതിനായി അവർ ഷൈലോക്ക് എന്ന് പറയുന്ന മണി ലെൻഡർ, പലിശയ്ക്ക് പണം കൊടുക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ ഷൈലോക്ക് എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്? നല്ല പണക്കാരനായ വ്യക്തിയാണ്. പക്ഷേ ആളുകളോട് ധാരാളം പലിശ വാങ്ങിയിട്ട് പണക്കാരനായ വ്യക്തിയാണ്. ഒരാളോടും സ്നേഹമില്ലാത്ത, ഒരാളോടും കരുണ കാണിക്കാത്ത ക്രൂരനായ ഒരു വ്യക്തിയാണ് ഷൈലോക്ക്. അദ്ദേഹം വ്യാപാരികൾക്ക് ധാരാളം പണം നൽകാറുണ്ടായിരുന്നു. അതിനൊക്കെ വളരെ ഉയർന്ന പലിശയും വാങ്ങാറുണ്ടായിരുന്നു. അന്റോണിയോയ്ക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല ഷൈലോക്കിനെ. ആർക്കും ഇഷ്ടമായിരുന്നില്ല ഷൈലോക്കിന്. അത് അയാളൊരു ജൂതനായതുകൊണ്ട് മാത്രമല്ല, ക്രൂരനായതുകൊണ്ടും പലിശയ്ക്ക് പണം കൊടുക്കുന്ന ആളായതുകൊണ്ടും. ഈ രണ്ടാളുകളും നേരെ വിപരീതമായിരുന്നു. അന്റോണിയോ പണം കൊടുക്കാറുണ്ട്, പക്ഷേ ആരോടും പലിശ വാങ്ങാറില്ല. കരുണ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അന്റോണിയോ. എന്നാൽ ഷൈലോക്ക് ഒരു പണം പലിശയ്ക്ക് കൊടുക്കുന്ന വ്യക്തിയും ക്രൂരനായ വ്യക്തിയും എല്ലാവരോടും ഉയർന്ന പലിശ മേടിക്കുന്ന, പണത്തോട് ആർത്തിയുള്ള ഒരു വ്യക്തിയുമാണ് ഷൈലോക്ക്. ഹി വാസ് ഗ്രീഡി ഫോർ മണി. അപ്പോൾ ആളുകൾക്ക് പണം വലിയ ഉയർന്ന പലിശയ്ക്ക് നൽകി. അങ്ങനെയാണ് ഷൈലോക്ക് പണക്കാരനായത്. അതുകൊണ്ട് തന്നെ അന്റോണിയോയും ഷൈലോക്കും പരസ്പരം ശത്രുക്കളായിരുന്നു. അന്റോണിയോ ഒരു നല്ല വ്യക്തിയും ഷൈലോക്ക് ഒരു ക്രൂരനായ പലിശക്കാരനും ആയിരുന്നു. Antonio and Bassanio went to Shylock. Antonio asked the Jew to lend him 3,000 ducats at any interest. He would pay it back as soon as his ships returned from the sea.
Shylock thought deeply. He took this as a golden opportunity to take revenge on the Venetian who had insulted him many times. അന്റോണിയോയും ബസാനിയോയും ഷൈലോക്കിനെ സമീപിച്ചു. ക്രൂരനായ പലിശക്കാരനായ ഷൈലോക്കിൻ്റെ കയ്യിൽ നിന്ന് തൽക്കാലത്തേക്ക് ഈ പണം വാങ്ങാം എന്ന് അന്റോണിയോ കരുതി. കാരണം ബസാനിയോയ്ക്ക് വളരെ അത്യാവശ്യമായി ഈ പണം ആവശ്യമുണ്ട്. പോർഷ്യയെ പെണ്ണ് കാണാൻ പോകാൻ ഈ പണം വേണം. അപ്പോൾ അതുകൊണ്ട് അയാളോട് 3000 ഡക്കറ്റ്സ് തരാൻ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ അന്റോണിയോ ദേഷ്യമുള്ള വ്യക്തിയായതുകൊണ്ട് അന്റോണിയോയ്ക്ക് ഈ ഷൈലോക്കിനെ ഒട്ടും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പലിശ പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പലിശ ഞാൻ തരും. എൻ്റെ കപ്പലുകൾ തിരിച്ചു വന്നാൽ എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പലിശ നിരക്കിൽ അത് എടുത്തോളൂ. ആ പണം എനിക്ക് തരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഷൈലോക്ക് മനസ്സിലിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇതാണ് പറ്റിയ സന്ദർഭം. തന്നെ പല സ്ഥലത്ത് വെച്ച് ഇൻസൾട്ട് ചെയ്ത ഈ അന്റോണിയോയെ ചതിക്കാൻ ഒരു നല്ല അവസരമായി അയാൾ അതിനെ കണ്ടു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. മറ്റുള്ളവർക്ക് ഈ ചാനലിൻ്റെ ലിങ്കും വീഡിയോസും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്